നമസ്കാരം. നമ്മുടെ അടുക്കളകളിൽ പണ്ട് മുതൽക്കേ പരിചിതമായ ഒന്നാണ് ചവ്വരി. പായസം മുതൽ ഉപ്പുമാവ് വരെ പലതിനും ചവ്വരി ഒരു പ്രധാന ചേരുവയാണ്. എന്താണ് ചവ്വരി? ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ഇതിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് നോക്കാം. ചവ്വരി എന്നത് കപ്പ അഥവാ മരച്ചീനിക്കിഴങ്ങിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന അന്നജമാണ്. ഈ അന്നജം മുത്തുമണികളാക്കി മാറ്റുന്ന പ്രക്രിയയിലൂടെയാണ് ചവ്വരി രൂപപ്പെടുന്നത്. തൊലി കളഞ്ഞ കപ്പ ചെറിയ കഷ്ണങ്ങളായി നന്നായി അരച്ചെടുക്കുന്നു. ഇതിനെ ഒരു പൾപ്പ് രൂപത്തിലാക്കിയ ശേഷം വെള്ളം ചേർത്ത് വലിയ ടാങ്കുകളിൽ സൂക്ഷിക്കുന്നു. ഈ അന്നജം വെള്ളത്തിൽ ലയിച്ച് താഴെ ഭാഗത്ത് അടിയുന്നു. ഇതിനെ പലതവണ കഴുകി വൃത്തിയാക്കി ശുദ്ധമായ അന്നജം വേർതിരിച്ചെടുക്കുന്നു. ഈ വേർതിരിച്ചെടുക്കുന്ന അന്നജം ഉണക്കിയെടുക്കുന്നു. ഈ ഉണക്കിയെടുക്കുന്ന അന്നജം കട്ടിയുള്ള രൂപത്തിലായിരിക്കും. ഈ ഉണങ്ങിയ അന്നജത്തെ പിന്നീട് പ്രത്യേക യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെറിയ ഗോളാകൃതിയിലേക്ക് മാറ്റുന്നു. ഇതിനെയാണ് നമ്മൾ ചവ്വരി എന്ന് പറയുന്നത്. ചവ്വരിയിൽ കാർബോഹൈഡ്രേറ്റ് ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിന് പെട്ടെന്ന് ഊർജ്ജം നൽകുന്നു. കായികാധ്വാനം ചെയ്യുന്നവർക്കും കുട്ടികൾക്കും ഇത് വളരെ നല്ലതാണ്. ഇതിലെ അന്നജം എളുപ്പത്തിൽ ദഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് രോഗാവസ്ഥയിലുള്ളവർക്കും ദഹന പ്രശ്നങ്ങളുള്ളവർക്കും ചവ്വരി കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് ഗോതമ്പിനും മറ്റും പകരമായി ചവ്വരി ഉപയോഗിക്കാം. എളുപ്പത്തിൽ ദഹിക്കുന്നതും ഊർജ്ജം നൽകുന്നതുമായതിനാൽ കുഞ്ഞുങ്ങളുടെ ആദ്യകാല ഭക്ഷണങ്ങളിൽ ചവ്വരിക്കഞ്ഞി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ശരീരഭാരം കുറഞ്ഞവർക്ക് ആരോഗ്യപരമായ രീതിയിൽ ഭാരം വർദ്ധിപ്പിക്കാൻ ചവ്വരി സഹായിക്കും. കാരണം ഇത് കലോറി കൂടുതലാണ്. വളരെ കുറഞ്ഞ അളവിൽ ചില ധാതുക്കളും വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.